കോഴിക്കോട് അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിൽ വിള്ളൽ. രാമനാട്ടുകര ബസ് ബൈപ്പാസിലെ അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയിലാണ് ബലക്ഷയം ഉണ്ടായിരിക്കുന്നത്. അഭിനയിലേക്ക് തന്നെ ചേരാം. അഭിന, ഈ ഒരു നാട്ടുകാരന്റെ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ആ ഒരു ഭാഗത്ത് ഇതിനു മുമ്പും സാരമായ രീതിയിൽ വിള്ളൽ കണ്ടിട്ടുണ്ട്, ആ സമയത്തെല്ലാം അറിയിച്ചതാണ് എന്നടക്കമുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ദീപ്തി, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. മഴ പെയ്യുന്നതോടൊപ്പം തന്നെ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മഴവെള്ളം വരുന്നതോടൊപ്പം ഈ റോഡിൻ്റെ മധ്യഭാഗത്ത്, അതായത് ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന മധ്യഭാഗത്തായിട്ട് വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഈ കെട്ടി നിൽക്കുന്ന വെള്ളം വാഹനം കടന്നു പോകുമ്പോൾ വലിയ ശക്തിയിൽ പുറത്തേക്ക് ഒഴുകുന്നതും നമുക്ക് വളരെ വ്യക്തമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഇവിടെ ഒരു വിള്ളൽ, വലിയ രീതിയിലൊരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ മധ്യഭാഗത്തുകൂടെ വലിയ നീണ്ട രീതിയിലാണ് ഈ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മറ്റ് ചുമരിൻ്റെ ഭാഗത്തേക്കെല്ലാം തന്നെ ഈ വിള്ളൽ വലിയ രീതിയിൽ വരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ് ജനങ്ങൾ കഴിയുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള നാഷണൽ ഹൈവേ നിർമ്മാണം അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, അത് മറ്റാരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ നാഷണൽ ഹൈവേകൾ നിർമ്മാണം നടക്കുന്നത്? ഇത് ജനങ്ങളെ ആശങ്കയിലും അതുപോലെ തന്നെ ഒരേ രീതിയിൽ പരിഭ്രാന്തരാക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഓരോ നിർമ്മാണവും പോയിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളടക്കം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മലപ്പുറം ഭാഗത്തും ഇതേ രീതിയിൽ റോഡിൻ്റെ അശാസ്ത്രീയ കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു റോഡ്, ഈ ഒരു റോഡിൻ്റെ നാഷണൽ ഹൈവേയുടെ മധ്യഭാഗത്തായി ഈ ഒരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഇതിൽ മഴ പെയ്തതോടു കൂടിയാണ് ഇത്തരത്തിലുള്ള വിള്ളലുകൾ, ഈ പുതിയ റോഡുകളുടെ നിർമ്മാണത്തിൽ ഇത്തരത്തിലുള്ള വിള്ളലുകൾ വരുന്നുണ്ട് എന്നുള്ളതെല്ലാം കണ്ടെത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സംഭവം അധികൃതർ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വേനലായതുകൊണ്ട് വലിയ രീതിയിൽ തകൃതിയായി തന്നെയാണ് റോഡ് പണികളെല്ലാം നടക്കുന്നത്. പക്ഷെ ഒരു മഴ പെയ്തപ്പോഴത്തേക്കും ഒരു റോഡിൻ്റെ സ്ഥിതിയാണ് ഇങ്ങനെ വരുന്നത്. അതും നാഷണൽ ഹൈവേയുടെ അടിപ്പാതയിൽ നിരവധി ഈ സർവീസ് റോഡുകളിലൂടെ എല്ലാം വാഹനങ്ങൾ ഈ സർവീസ് റോഡുകളിലൂടെ എല്ലാം വിവിധ വീടുകളിലേക്കടക്കം ഈ കാറും അതുപോലെ തന്നെ മറ്റ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്ന ഒരു പാതയാണ്. അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാരെല്ലാം തന്നെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇവർക്ക് വലിയ ആശങ്കയും അതുപോലെ തന്നെ ഒരേ സമയം പരിഭ്രാന്തരാക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഇന്നലത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ രാത്രി 11:00 കൂടിയിട്ടാണ് ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും. പിന്നീട് അധികൃതർ ഈ അടിപ്പാതയുടെ മുകളിലേക്കായി ഒരു ഡിവൈഡർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇന്ന് ഇവിടെ ഒരാളെയും കാണാനില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ആരും ഇക്കാര്യം തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടേക്ക് മറ്റ് അധികൃതരോ പോലീസ് ഉദ്യോഗസ്ഥരാരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ അടിപ്പാതയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ പോലും ഇവിടെയും ആളുകൾ ആരുമില്ല. പക്ഷേ നിരവധി വാഹനങ്ങൾ അടിപ്പാതയ്ക്ക് മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതേസമയം ഈ അടിപ്പാതയുടെ താഴെ ഭാഗത്തുകൂടെ നിരവധി ഇരുചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ മറ്റ് സാധാരണ ജനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത് നമുക്ക് കാണാം. ഒരുപക്ഷെ ഈ മഴ പെയ്യുമ്പോഴെല്ലാം ഈ സാധാരണക്കാരായ ജനങ്ങളെല്ലാം ഈ ഒരു പ്രദേശത്ത്, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, നിരവധി ആളുകളും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. മഴ പെയ്തപ്പോൾ കയറി നിന്നതാണ് ഈ ഭാഗത്തേക്ക്. ഏത് സമയം വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലൊരു ഈ ഒരു സ്ഥിതി എന്നുള്ളൊരു ആരോപണം ഈ ഒരു വിള്ളൽ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഇതൊരു ചെറിയ വിള്ളലായിരുന്നു എന്നത് അടക്കമുള്ള പ്രതികരണം നമ്മൾ കേട്ടായിരുന്നു. ഇപ്പോൾ അത് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, വളരെയധികം വലിയ രീതിയിലുള്ള ഒരു വിള്ളലാണ്. അതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു അടിപ്പാതയുടെ മുകളിലൂടെ പോകുന്ന വാഹനങ്ങൾ എന്ത് തന്നെയായാലും അതൊരു വലിയ വാഹനങ്ങൾ അടക്കം പോകുന്ന ഒരു ഇതായിരിക്കും, അതുകൊണ്ട് ബൈപ്പാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് താഴെയുള്ള നിരവധി വാഹനങ്ങൾ താഴെ കൂടെയും പോകുന്നുണ്ട്, മുകളിലും വലിയ വാഹനങ്ങൾ അടക്കം പോകുന്നതാണ്. ഇത് ഇപ്പോൾ തന്നെ ഉടനെ തന്നെ അതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെ ഇനി വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയല്ലേ പറയേണ്ടത്?
തീർച്ചയായും ദീപ്തി, നമുക്കറിയാം മലപ്പുറത്ത് സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് ഇടിഞ്ഞു വീണതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വിള്ളൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ നാട്ടുകാർ ഇതെല്ലാം അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു വിള്ളൽ എത്രത്തോളം വലുതാണ് എന്നുള്ളത്. ഇത് വളരെ അതായത് ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലൊരു മഴ ഈ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നു. രാവിലെ 5 മണിയോട് കൂടിയാണ് ഈ മഴ ആരംഭിച്ചത്. പക്ഷേ നിലവിൽ ഇപ്പോഴും വലിയ രീതിയിലൊരു മഴ ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇവിടുത്തുകാരാണോ? ഇതെന്താ ഇവിടുത്തുകാരനാണോ? ഈ വിള്ളൽ നേരത്തെ കണ്ടിട്ടുണ്ടോ? തീർച്ചയായും ഏതായാലും ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ ചില ആളുകളെല്ലാം പ്രതികരിക്കുന്നുണ്ട്, എന്നാൽ ചില ആളുകൾ പ്രതികരിക്കുന്നില്ല. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ ഈ ഒരു വിള്ളൽ രൂപപ്പെട്ട സാഹചര്യത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വലിയ ആശങ്കയിലും അതുപോലെ തന്നെ ഈ പരിഭ്രാന്തരായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെയും പോലീസ് ഇവിടെ എത്തി വൈദ്യപരിശോധന അടക്കം നടത്തും എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഡിവൈഡർ മാത്രമാണ് ഇന്നലെ ഈ അടിപ്പാതയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീപ്തി, ശരി. കോഴിക്കോട് അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിൽ വിള്ളൽ. രാമനാട്ടുകര ബൈപ്പാസിലെ അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയിലാണ് ബലക്ഷയമുണ്ടായത്. റോഡിന്റെ മധ്യഭാഗത്തു നിന്നും വെള്ളം അടിപ്പാതയിലേക്ക് ഒലിച്ചിറങ്ങുന്ന പ്രദേശത്ത് വാഹന ഗതാഗതം നിയന്ത്രണം ഏർപ്പെടുത്തി. അഭിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.